ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കൊമ്പന്മാർ കൊൽക്കത്തയുടെ കടുവകളെ നേരിടാൻ ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വളരെ വിരളമായിരുന്നു. സത്യം പറഞ്ഞ പ്രതീക്ഷകളില്ല എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരത്തിൽ ഇറങ്ങിയ ഒരു മത്സരത്തിൽ സർജിയോ ലൊബേറയുടെ കുട്ടികളെ നമുക്ക് 2 ഗോളിൽ തന്നെ കെട്ടിയിടാനായി എന്നത് നമ്മുടെ നേട്ടം തന്നെയാണ്. അദ്ദേഹം ആഗ്രഹിച്ച സ്ഥിതിയിലേക്ക്, സർജിയോ ലൊബേറ എന്ന പരിശീലകൻ ആഗ്രഹിച്ച സ്ഥിതിയിലേക്ക് നമ്മൾ പോയില്ല എന്നത് നമ്മുടെ നേട്ടം തന്നെയാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയായിരുന്നു. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, സെൻട്രൽ ബാക്കുമാരായിട്ട് നമ്മുടെ വികാസ് യുംനാമും ഓമർ ഭായും, റൈറ്റ് ബാക്കിൽ ഐവൻ ഡോഗ്ലിംഗ്, ലെഫ്റ്റ് ബാക്കിൽ മുഹമ്മദ് സഹീഫ്, ഡിഫൻസീവ് മിഡ്ഫീൽഡില് റൗളിൻ ബോർജസും ഡാനിഷ് ഫാറൂഖും. റൗളിനായിരുന്നു ഡിഫൻസിന്റെ ഡ്യൂട്ടി എന്ന് തന്നെ പറയണം. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വന്നാല് നമ്മുടെ നിഹാൽ സുധീഷ്, അങ്ങനെ താരങ്ങളുണ്ടായിരുന്നു. എബിൻദാസ് യേശുദാസ് തുടങ്ങിയ താരങ്ങളുണ്ടായിരുന്നു. സ്ട്രൈക്കറായി വിക്ടർ ബർത്തേമിയോ. എനിക്ക് ഒരു ഡൗട്ട് നമ്മുടെ ഡേവിഡ് കറ്റാലയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് താങ്കൾ 2 വിദേശ താരങ്ങളെ കളിച്ചത്? ഇനി മൊയലാളിയിൽ ഓർഡർ ഇട്ടുകയോ? പൈസ ലാഭിക്കണം, ഈ സീസൺ അത്രയും നഷ്ടത്തിലാണ്, അതുകൊണ്ട് പൈസ ലാഭിക്കാൻ വേണ്ടി 2 വിദേശ താരങ്ങളെ ഇറക്കിയാൽ മതിയെന്നു? അതോ മേ ബി അദ്ദേഹം ഈ താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസുമായി അഡോപ്റ്റ് ആവാത്തതുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയില്ല. എന്തായാലും മത്സരത്തിന്റെ ആദ്യത്തെ 15 മിനിറ്റ്സിൽ മര്യാദയ്ക്ക് പാസുകൾ പോലും ഇല്ലായിരുന്നു എന്നത് നമ്മുടെ ഗംഭീരമായ കളി തുറന്നു കാട്ടുന്നതാണ്. ഒരു മോന കളിയായിരുന്നു. ഇങ്ങനെ മത്സരം പുരോഗമിക്ക് ഇങ്ങനെ 36-ാം മിനിറ്റില് ദിമി പെട്രോസിന്റെ അസിസ്റ്റിൽ നിന്ന് ജെമി മക്ലാരൻ മോഹൻ ബഗാന് വേണ്ടി നമ്മുടെ വല കുലുക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ മത്സരം ഇങ്ങനെ പുരോഗമിക്കുന്നു. ആദ്യ ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. 8 താരങ്ങളൊക്കെ നമ്മുടെ ബാക്ക് ലൈനിൽ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാമായിരുന്നു, അവരുടെ ഹാഫിൽ കുറച്ചും കൂടെ പുഷ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അതല്ല. നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിയുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കെവിൻ യോക്ക് ഒരു കളിക്കളത്തിലേക്ക് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്രസീവ് പെർഫോമൻസ് എന്ന് പറയാനുള്ള നമ്മുടെ കെവിൻ യോക്ക് മാത്രമായിരുന്നു. എന്തുകൊണ്ടും കാരണം അദ്ദേഹത്തിന്റെ 1 മാൻ ഷോ ആയിരുന്നു ലെഫ്റ്റ് വിങ്ങിലൂടെ. അദ്ദേഹത്തിന്റെ സ്പീഡ് നമുക്ക് അടുത്ത മത്സരങ്ങളിൽ മുതൽക്കൂട്ട് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. പിന്നെ എനിക്ക് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം സ്റ്റൈലില് നമ്മളിങ്ങനെ ഡിഫൻസിലേക്ക് വലിഞ്ഞ് നിങ്ങൾ കളിച്ചോ, നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്തോളാം, അവസരം കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് മുന്നോട്ട് പൊക്കോളാം എന്നൊരു ഗെയിം സ്റ്റൈൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ മോഹൻ ബഗാനെതിരെയുള്ള ടീമിനെതിരെ അങ്ങനെ വേണോ എന്ന് തോന്നിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ആക്രമിച്ച് കളിച്ചു, കൈമേയി മറന്ന് പോരാടി എന്നൊക്കെ പറയാം. പിന്നെ മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മുടെ അന്റുത്താപ്പ ഒരുക്കി കൊടുത്തൊരു അവസരത്തിൽ നിന്ന് നമ്മുടെ ടോം ആൽഡ്രഡ് 80-ാം മിനിറ്റിൽ മൈതാനത്തേക്ക് വന്ന ടോം ആൽഡ്രഡ് ഗോൾ നേടി. എന്തായാലും ഈ മത്സരം തോറ്റുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം പോരാളികൾ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു കമന്ററിയാണ് ഓർമ്മ വരുന്നത്. ISL 8-ാം സീസണിലെ ആ ഫസ്റ്റ് കമന്ററി. പോകുവാൻ ഒരുപാട് ദൂരമുണ്ട്, നമുക്ക് ഒരുപാട് ദൂരം. വഴിപടച്ചു പോകാതെ മിഴി തെളിച്ച് നോക്കുവൻ പ്രിയപ്പെട്ട കോച്ച്. ഏതൊരു എതിരാളിയുമായിക്കോട്ടെ നേരിട്ട് വിജയിക്കാനുള്ള കരുത്ത് നേടി കരുത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയങ്ങൾ നേടി. ഓർക്കുക, ദൈവപുത്രന്റെ 3-ാം നാളുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മിപ്പിക്കാതെ ഒരു ഈസ്റ്ററും കടന്നു പോയിട്ടില്ല. പ്രതിസന്ധികളിൽ തളരരുത്. കാരണം നമുക്ക് സ്വപ്നം ഒന്നേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.